പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 8ൻ്റെ ചാപ്റ്റർ 3യിലെ നെക്സ്റ്റ് പോർഷനാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ പോർഷനിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. സം ഏർലി നമ്പർ സിസ്റ്റംസ്. പണ്ട് ഉപയോഗിച്ചിരുന്ന ചില നമ്പർ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ യൂസ് ഓഫ് ബോഡി പാർട്സ്. അതായത് നമ്മുടെ ബോഡി പാർട്സ് യൂസ് ചെയ്ത് കൗണ്ട് ചെയ്യുന്നത് മെത്തേഡാണ് ഫസ്റ്റ് വൺ. മെനി ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ അക്രോസ് ദ വേൾഡ് ഹാവ് യൂസ്ഡ് ദെയർ ഹാൻഡ്സ് ആൻഡ് ബോഡി പാർട്സ് ഫോർ കൗണ്ടിങ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഹാൻഡ്സോ ബോഡി പാർട്സോ യൂസ് ചെയ്തിരുന്നു. നോക്കിയേ, ഇവിടെ ഓരോ ഫിംഗേഴ്സും അതുപോലെ ഇങ്ങനെ വരുമ്പോൾ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ ഓരോരോ ബോഡി പാർട്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, കൗണ്ട് ചെയ്യാനായി പണ്ടുള്ള ആളുകൾ യൂസ് ചെയ്തിരുന്നു. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടാലി മാർക്സ് ഓൺ ബോൺസ് ആൻഡ് അതർ സർഫേസസ്. അതായത് ബോൺസ് എന്ന് വെച്ചാൽ അസ്ഥികളിലോ മറ്റ് സർഫേസുകളിലോ ടാലി മാർക്സ് ഉണ്ടാക്കുക. One of the oldest method of number representation is by making notches. അതായത് നമ്പർ റെപ്രസെൻറ്റേഷന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു ഓൾഡസ്റ്റ് മെത്തേഡാണ് നോട്ട്സസ് ഉണ്ടാക്കുക എന്നുള്ളത്. മാർക്സ് കട്ട് ഓൺ എ സർഫേസ് സച്ച് ആസ് എ ബോൺ ഓർ എ വോൾ ഓഫ് ദി കേവ്. അതായത് ബോണിൽ അസ്ഥികളിലോ ഗുഹകളുടെ വോൾസിലോ ഒക്കെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സർഫേസിൽ മാർക്സ് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു അല്ലേ. ഓരോ മാർക്സ് കട്ട് ചെയ്ത് അവർ വെക്കുന്നു. ദീസ് മാർക്സ് ആർ ഓൾസോ കോൾഡ് ടാലി മാർക്സ്. ഈ മാർക്സിനെ ടാലി മാർക്സ് എന്ന് അറിയപ്പെടുന്നു. ഇൻ ദിസ് മെത്തേഡ് എ മാർക്ക് ഈസ് മെയ്ഡ് ഫോർ ഈച്ച് ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ബീയിങ് കൗണ്ടഡ്. ഈ രീതിയിൽ എണ്ണുന്ന ഓരോ ഒബ്ജക്റ്റിനും എന്ത് ചെയ്യുന്നു, ഒരു അടയാളം ഇടുന്നു, ഒരു മാർക്ക് ഇടുന്നു. സോ ദ ഫൈനൽ കളക്ഷൻ ഓഫ് മാർക്സ് റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. അതിനാൽ മാർക്കുകളുടെ ഫൈനൽ കളക്ഷൻ എന്ത് ചെയ്യുന്നു, മൊത്തം ഒബ്ജക്ട്സിൻ്റെയും എണ്ണത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദിസ് മെത്തേഡ് ഈസ് വെരി സിമിലർ ടു ദി മെത്തേഡ് ഓഫ് യൂസിങ് സ്റ്റിക്സ് ടു കൗണ്ട്. മെത്തേഡ് 1. ഈ മെത്തേഡ് നമ്മൾ എന്താണ്, സ്റ്റിക്ക് ഉപയോഗിച്ച് കൗണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, മെത്തേഡ് 1. ആ മെത്തേഡിനോട് സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എക്സെപ്റ്റ് ഫോർ ദ ഫാക്ട് ദാറ്റ് ദ മാർക്ക് ഈസ് മെയ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് എ സ്റ്റിക്ക്. അപ്പോൾ ഇവിടെ മെത്തേഡ് 1 സ്റ്റിക്ക് ആഡ് ചെയ്യുകയായിരുന്നു. അതിന് പകരം ഇവിടെ എന്ത് ചെയ്യുന്നു, മാർക്ക് ഈസ് മെയ്ഡ് എന്ത് ചെയ്യുന്നു, മാർക്സ് ഉണ്ടാക്കുന്നു. അത് ആ മെത്തേഡ് 1 നിന്ന് ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ഓരോ എണ്ണത്തിനനുസരിച്ച് മാർക്ക് ഉണ്ടാക്കുകയാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്പർ നെയിംസ് ഒബ്റ്റെയിൻഡ് ബൈ കൗണ്ടിങ് ഇൻ ടൂസ്. അതായത് 2 ആയിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ നെയിമുകൾ. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾ ഇൻ ഓസ്ട്രേലിയ കോൾഡ് ദി ഗുമുൽഗൽ ഹാഡ് ദി ഫോളോയിങ് വേർഡ്സ് ഫോർ ദർ നമ്പേഴ്സ്. അതായത് ഓസ്ട്രേലിയയിലെ ഗുമുൽഗൽ എന്ന ഒരു കൂട്ടം ഇൻഡിജീനിയസ് പീപ്പിൾ അവരുടെ സംഖ്യകൾക്ക് ഇനി പറയുന്ന വാക്കുകളെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. നോക്കിയേ, 1 ഈസ് ഉരാപ്പോൺ, 2 ഈസ് ഉക്കാസർ, 3ക്ക് എന്ത് പറയും, ഉക്കാസർ ഉരാപ്പോൺ എന്ന് പറയും. അതായത് 2 ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. 1ന് ഉരാപ്പോൺ, 2 ഉക്കാസർ. അപ്പോൾ 3 എന്താണ്, 2 വെച്ചിട്ടാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 2ഉം 1ഉമായിട്ട് എഴുതും. അപ്പോൾ ഉക്കാസർ ഉരാപ്പോൺ. 4 എന്ത് വരും, 2ഉം 2ഉമായിട്ട് എഴുതും. അപ്പോൾ എന്ത് വരും, ഉക്കാസർ ഉക്കാസർ. 5 എന്ത് വരും, 2 + 2 + 1. അപ്പോൾ ഉക്കാസർ ഉക്കാസർ ഉരാപ്പോൺ. 6 2 + 2 + 2 ഉക്കാസർ ഉക്കാസർ ഉക്കാസർ. ഇങ്ങനെയാണ് ഓസ്ട്രേലിയയിലെ ഒരു കൂട്ടം ആളുകൾ, ഗുമുൽഗൽ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ നമ്പേഴ്സിന് ഉപയോഗിച്ചിരുന്ന വേർഡ്സ്. The numbers are counted in twos using which the numbers names are formed. ഇനി 3 എങ്ങനെയാണ് വന്നത്, 2 + 1. 4 2 + 2. 5 2 + 2 + 1. 6 2 + 2 + 2. ഗുമുൽഗൽ called any number greater than 6 റാസ്. അതായത് 6ൽ കൂടുതലുള്ള നമ്പേഴ്സിനെ എന്താണ് വിളിച്ചിരുന്നത്, റാസ് എന്നാണ് ഗുമുൽഗൽ വിളിച്ചിരുന്നത്. ഓക്കെ, അടുത്തത് ദ റോമൻ ന്യൂമറൽസ്. വി ഹാവ് ഓൾറെഡി സീൻ ദ റോമൻ നമ്പർ സിസ്റ്റം ടിൽ 20 ടേബിൾ 1. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 20 വരെയുള്ള
റോമൻ നമ്പർ സിസ്റ്റം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. വി ഹാവ് സീൻ ദാറ്റ് ഇറ്റ് യൂസസ് I for 1, V for 5, X for 10. അതായത് 1ന് വേണ്ടി യൂസ് ചെയ്യുന്നത് I ആണ്, 5ന് വേണ്ടി യൂസ് ചെയ്യുന്നത് V ആണ്, 10ന് വേണ്ടി യൂസ് ചെയ്യുന്നത് X ആണ്. ടു ഗെറ്റ് റോമൻ ന്യൂമറൽ ഫോർ എനി നമ്പർ ടിൽ 39, ഇറ്റ് ഈസ് ഫസ്റ്റ് ഗ്രൂപ്പ്ഡ് ഇൻറ്റു ആസ് മെനി ടെൻസ് ആസ് possible. The remaining is grouped into as many 5s as possible, and finally the remaining is grouped into 1s. അപ്പോൾ ഈ 39 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ കഴിയുന്നിടത്തോളം 10കളായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു, ബാക്കിയുള്ളതിനെ 5കളായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു, ബാക്കിയുള്ള റിമൈനിങ്ങിനെ നമ്മൾ 1 ആയിട്ട് തരംതിരിക്കുന്നു. ലെറ്റ് us take the number 27. 27നെ നമുക്ക് എങ്ങനെ എഴുതാം? 27ൽ 10 രണ്ടെണ്ണം ഉണ്ട് അല്ലേ? അതായത് 20യെ നമുക്ക് 10 + 10 എന്ന് എഴുതാം. 7നെ എങ്ങനെ തിരിക്കാം? 5 + 1 + 1 എന്ന് തിരിക്കാം. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? 27നെ 10 രണ്ടെണ്ണമുണ്ട്, അപ്പോൾ 10നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് X ആണ്, അപ്പോൾ 2X എഴുതി. 5 ഒരെണ്ണമുണ്ട്, അപ്പോൾ V എഴുതി. 1 രണ്ടെണ്ണമുണ്ട്, അപ്പോൾ 2I എഴുതി. അപ്പോൾ 27ൻ്റെ റോമൻ ന്യൂമറൽ എന്ത് വന്നു? XXVII. ഇങ്ങനെയാണ് 27ൻ്റെ റോമൻ ന്യൂമറൽ. ഇൻസ്റ്റെഡ് ഓഫ് റെപ്രസെൻറ്റിങ് 50 ആസ്, അപ്പോൾ 50 ആണെങ്കിലോ 5 10 വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? 5X എഴുതണം അല്ലേ? അപ്പോൾ ഇതിന് പകരം ഒരു ന്യൂ സിമ്പിളാണ് നൽകിയിട്ടുള്ളത്. ഇതിന് പകരം നമ്മൾ 50യെ L കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, 50യെ നമ്മൾ L കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫോളോയിങ് ദ വേ ദ നമ്പർ 4 ഈസ് റെപ്രസെൻറ്റഡ് ആസ് 1 > 5. ഇനി 4നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താണ്? 1 > 5. അപ്പോൾ എന്തെഴുതും? 1 > 5 എന്ന് പറയുമ്പോൾ 1നെ I കൊണ്ടാണ്, 5നെ V കൊണ്ട്. അപ്പോൾ 4നെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെ എഴുതും? IV എന്ന് എഴുതും. ഓക്കെ, അതേപോലെ 40 ഈസ് റെപ്രസെൻറ്റഡ് ആസ് 10 > 50. അങ്ങനെയാണെങ്കിൽ 40യെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 4 ആണ്. 40യെ നമുക്ക് എങ്ങനെ എഴുതാം? 10 > 50. 10 ഈസ് X, 50 ഈസ് L. അപ്പോൾ 40യെ നമ്മൾ എങ്ങനെ എഴുതും? XL എന്ന് എഴുതും. ഓക്കെ, അപ്പം 4, 40 ഇങ്ങനെ വരുന്നതെല്ലാം എന്താ? 4 1 > 5. 40 എന്ന് പറയുന്നത് 10 > 50. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, 1നെ റെപ്രസെൻറ്റ് ചെയ്യാൻ I യൂസ് ചെയ്യും, 5നെ റെപ്രസെൻറ്റ് ചെയ്യാൻ V യൂസ് ചെയ്യും, 10നെ റെപ്രസെൻറ്റ് ചെയ്യാൻ X യൂസ് ചെയ്യും, 50യെ റെപ്രസെൻറ്റ് ചെയ്യാൻ L യൂസ് ചെയ്യും. ഓക്കെ, ഇനി 4നെ റെപ്രസെൻറ്റ് ചെയ്യാനോ എന്താ യൂസ് ചെയ്യുന്നത്? 1 > 5. 40യെ റെപ്രസെൻറ്റ് ചെയ്യാൻ 10 > 50. ഇങ്ങനെ വരും. ഓക്കെ, ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം. ഇനി 2 ആണെങ്കിലോ 2I എഴുതും, 3 ആണെങ്കിൽ 3I എഴുതും, 4 ആണെങ്കിൽ 1 > 5, അപ്പോൾ IV എഴുതും, 5ന് നമ്മൾ V എഴുതും, 6 വരാനോ 5 + 1, അപ്പം VI എഴുതും, 7 ആണെങ്കിൽ VII എഴുതും. ഓക്കെ, ഇനി VII. ഓക്കെ, 8. ഇനി 8 ആണെങ്കിൽ V എഴുതിയിട്ട് 5 + 3 ആണ്, അപ്പോൾ അത് ഇങ്ങനെ എഴുതും. ഇനി അടുത്തത് 9 വരുമ്പോൾ എന്തെഴുതും? 9 ഈസ് 1 > 10. അപ്പോൾ 1ന് നമ്മൾ I എന്ന് എഴുതും, 10 ഈസ് X. 1 > 10 IX എന്ന് എഴുതും, 10 വരുമ്പോൾ X എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴും ഈ രീതിയുമായിട്ട് പൊരുത്തപ്പെട്ടില്ല. ചിലപ്പോൾ 40യെ അവർ XXXX എന്ന് എന്ത് ചെയ്യുന്നു? റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. ദ റോമൻ നമ്പർ സിസ്റ്റം ഇൻട്രൊഡ്യൂസസ് ന്യൂവർ സിമ്പിൾസ് ടു റെപ്രസെൻറ്റ് സർട്ടൻ ബിഗ്ഗർ നമ്പേഴ്സ്. അപ്പോൾ വലിയ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് റോമൻ നമ്പർ സിസ്റ്റം പുതിയ സിമ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ലെറ്റ് us call all these numbers that have a new basic symbol as landmark number. അപ്പോൾ ഈ ന്യൂ ബേസിക് സിമ്പിൾസിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാൻഡ്മാർക്ക് നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഹിയർ ആർ സം ഓഫ് ദി ലാൻഡ്മാർക്ക് നമ്പേഴ്സ് ഓഫ് ദി റോമൻ സിസ്റ്റം ആൻഡ് ദർ അസോസിയേറ്റഡ് ന്യൂമറൽസ്. അപ്പോൾ അങ്ങനെയുള്ള ലാൻഡ്മാർക്ക് നമ്പേഴ്സ് ആണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്. നോക്കിയേ, 1നെ I എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, 5നെ V എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, 10നെ X എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, 50 ഈസ് L, 100 C, 500 D, 1000 M. അപ്പോൾ നോക്കിയേ,
50, 100, 500, 1000 ഇതിനെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ LCDM ഇങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. LCDM, L is 50, C is 100, D is 500, M is 1000 ഇങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ബാക്കിയൊക്കെ എളുപ്പമാണല്ലോ. 1-ന് I, 5-ന് V, 10-ന് X, 50-ക്ക് ഇത്രയും ഇത് മൂന്നും ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ബാക്കി LCDM ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നോക്കിയേ 2367 നമുക്ക് റോമൻ ന്യൂമറൽസിൽ എഴുതണം. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇത് 1000-ൻ്റെ പ്ലേസിലാണ്. അത് എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? 1000-ൻ്റെ സിമ്പിൾ 2 പ്രാവശ്യം എഴുതണം. 1000-ൻ്റെ എന്താണ്? M ആണ് വരിക അല്ലേ. അപ്പോൾ M എത്ര ടൈംസ് എഴുതണം? 2 ടൈംസ് നമ്മൾ M എഴുതുന്നു. ഇനി 300-ൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 100 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. 100-നെ റെപ്രസെൻറ്റ് ചെയ്യാൻ C യൂസ് ചെയ്യുന്നു. അപ്പോൾ C നമ്മൾ 3 ടൈംസ് എഴുതുന്നു. ഇനി 60 ആണല്ലേ. 6 10-ൻ്റെ പ്ലേസിലാണ്. അപ്പം 60-യെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 50 + 10 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതിനെ നമുക്ക് 10-ൻ്റെ എക്സ് 6 പ്രാവശ്യം എഴുതുകയല്ല നമ്മൾ ചെയ്യുന്നത്. 60-യെ നമ്മൾ എന്ത് ചെയ്യും? 50 + 10 എന്ന് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ എന്തെഴുതാം? 50 ഈസ് L, 10 ഈസ് X. പിന്നെ ബാക്കിയുള്ളത് 7 ആണ്. 7-നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 5 + 2, V, I ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുന്നത്, പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്. നോക്കിയേ, 2M ആയപ്പോൾ 2000, 3C ആയപ്പോൾ 300, LX ഈസ് L എന്ന് പറയുന്നത് 50 ആണ്. എക്സ് കൂടെ ആകുമ്പം 10. അപ്പോൾ എന്തായി? 60 ആയി. പിന്നെ 2. പക്ഷേ നമുക്കിവിടെ 67 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒരു വിയും കൂടെ വരേണ്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. എല്ലാം എന്ത് ചെയ്യാം? നമ്പേഴ്സിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 1000 + 1000, 100 3 ഉണ്ട്. അപ്പോൾ 100 3 ടൈംസ് എഴുതുന്നു. 60-യെ നമ്മൾ 50 + 10 എന്ന് എഴുതുന്നു. പിന്നെന്താ? 7-യെ നമ്മൾ 5 + 1 + 1 എന്ന് എഴുതുന്നു. പക്ഷേ ഇവിടെ 5-ൻ്റെ സിമ്പിൾ വന്നിട്ടില്ല. അതും കൂടെ ഇവിടെ എഴുതണം. ഇവിടെ ഒരു മിസ്റ്റേക്കാണ്, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ് കേട്ടോ. അടുത്തത് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. റെപ്രസെൻറ്റ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ദി റോമൻ സിസ്റ്റം. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ റോമൻ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് 1222. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1000 ഒരെണ്ണമുണ്ട്, 200, അടുത്തത് 200 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 100 + 100 എന്ന് എഴുതാം. അടുത്തത് 20 എന്ന് പറയുമ്പോൾ അതിനെ 10 + 10 എന്ന് എഴുതാം. അടുത്തത് 2-നെ നമുക്ക് 1 + 1 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മൾ 2000 അങ്ങനെ എഴുതി, 200-നെ 100 + 100 എന്ന് എഴുതി, 20-യെ നമ്മൾ 10 + 10 എന്ന് എഴുതി, 2-നെ 1 + 1 എന്ന് എഴുതി. ഓക്കെ. ഇപ്പോൾ എന്തെഴുതാം? 1000 എന്തായിരുന്നു? അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് എഴുതി വെക്കുക കേട്ടോ. LCDM. L ഈസ് 50, C ഈസ് 100, D ഈസ് 500, M ഈസ് 1000 ഇങ്ങനെ എഴുതി വയ്ക്കുക കേട്ടോ. ബാക്കിയൊക്കെ ഓർക്കാൻ എളുപ്പമാണല്ലോ. 1000 ഈസ് M, 100 ഈസ് C. 100 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 10 എന്താണ്? എക്സും 2 എണ്ണം ഉണ്ട്. അടുത്തത് I. അപ്പോൾ എന്ത് വന്നു? MCC, XX, II എന്ന് വന്നു. ഇനി അടുത്തത് രണ്ടാമത്തത് 2999. ഇതിനെ എങ്ങനെ എഴുതാം? 2000 ആണ്. അപ്പോൾ 1000 + 1000 + 900. 900-നെ എങ്ങനെ എഴുതാം? 900-നെ 1000 - 100 എന്നാണ് എഴുതുക കേട്ടോ. 900-നെ 1000 - 100 എന്ന് എഴുതും. ഓക്കെ. അപ്പോൾ ഇവിടെ 1000 - 100, അതായത് 100 < 1000 ആണ് 900 വരിക. പ്ലസ് അടുത്തത് 90 എന്തെഴുതും? 10 < 100. അപ്പോൾ 100 - 10. അടുത്തത് 9. 9-നെ എങ്ങനെ എഴുതും?
1 ലെസ് ദാൻ 10. അപ്പോൾ 10 മൈനസ് 1 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 1000 എം ആണ്. അപ്പോൾ 2000 ഉണ്ട്. അപ്പോൾ എം എഴുതി. അടുത്തത് 100 ലെസ് ദാൻ 1000. 100 എന്താണ്? സി ആണ്. 1000 ഈസ് എം. അപ്പോൾ നമ്മൾ സി എം എന്ന് എഴുതി. അപ്പോൾ ലെസ്സായിട്ട് ഇവിടെ വരുന്നത് എന്തോ അതാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ 100 ലെസ് ദാൻ 1000. അടുത്തത് 10 ലെസ് ദാൻ 100. 10 എന്താണ്? എക്സ്. 100 ഈസ് സി. അടുത്തത് 1 ലെസ് ദാൻ 100. 1 ലെസ് ദാൻ 10. ദാറ്റ് ഈസ് ഐ എക്സ്. അപ്പോൾ എം എം സി എം എക്സ് സി ഐ എക്സ് ഇങ്ങനെയാണ് 2999 വരുന്നത്. ഇനി അടുത്ത തേർഡ് വൺ 302. 300 എങ്ങനെ എഴുതാം? 100 പ്ലസ് 100 പ്ലസ് 100. 0 നമ്മളൊന്നും ചെയ്യുന്നില്ല. അടുത്തത് 2വിനെ നമുക്ക് 1 പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ 100 3 ടൈംസ് ഉണ്ട്. അപ്പോൾ സി സി സി. അടുത്തത് 1 2 ടൈംസ് ഉണ്ട്. അപ്പോൾ ഐ. ഇനി അടുത്ത നാലാമത്തത് 715. 700നെ നമുക്ക് എങ്ങനെ എഴുതാം? 700നെ നമുക്ക് 500 പ്ലസ് 200 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ 500 പ്ലസ് 200നെ 100 പ്ലസ് 100 എന്ന് എഴുതുന്നു. പ്ലസ് അടുത്തത് ടെൻസിൻ്റെ പ്ലേസിൽ 1 ആണുള്ളത്, അതുകൊണ്ട് ഒരു 10 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 500 എന്താണ്? ഡി. 100 ഈസ് സി. സി 2 ടൈംസ് വരും. എക്സ് ഈസ് 10, 5 ഈസ് ബി. അപ്പോൾ ഡി സി സി എക്സ് ബി എന്ന് വരും. ഇങ്ങനെയാണ് റോമൻ ന്യൂമറൽസ് നമ്പേഴ്സ് റോമൻ സിസ്റ്റത്തിൽ എഴുതുന്നത് കേട്ടോ. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ LCDM എന്ന് നമ്പേഴ്സിനെ ഇങ്ങനെ എഴുതി വയ്ക്കുക. 4 വരുമ്പം 1 ലെസ് ദാൻ 5 ആയിരിക്കും. അപ്പോൾ 1 വി എന്ന് എഴുതുക. 9 വരുമ്പോൾ 1 ലെസ് ദാൻ 10 ആയിരിക്കും. അപ്പോൾ ഐ എക്സ് എന്ന് എഴുതുക. പിന്നെന്താ 40 വരുമ്പോൾ 10 ലെസ് ദാൻ 50 ആയിരിക്കും. അപ്പോൾ എക്സ് എൽ എന്ന് എഴുതുക. ഇനി 90 വരുമ്പോൾ 10 ലെസ് ദാൻ 100 ആയിരിക്കും. അപ്പോൾ എന്തെഴുതണം? എക്സ് സി എന്ന് എഴുതണം. 400 വരുമ്പോൾ 100 ലെസ് ദാൻ 500 ആയിരിക്കും. അപ്പോൾ എന്തെഴുതണം? സി ഡി എന്നെഴുതുക. ഓക്കെ. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി നോക്കിയേ, ട്രൈ ആഡിങ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിത്തൗട്ട് കൺവേർട്ടിംഗ് ദം ടു ഹിന്ദു ന്യൂമറൽസ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഹിന്ദു ന്യൂമറൽസിലേക്ക് കൺവേർട്ട് ചെയ്യാതെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നോക്കുന്നത്. നോക്കിയേ, ഇവിടെ നമുക്ക് 2 റോമൻ ന്യൂമറൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ലെറ്റ് us ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഐസ്, എക്സ് ആൻഡ് സീസ് ആൻഡ് ഗ്രൂപ്പ് ദം സ്റ്റാർട്ടിങ് ഫ്രം ദി ലാർജസ്റ്റ് ലാൻഡ്മാർക്ക് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ലാർജസ്റ്റ് ലാൻഡ്മാർക്ക് നമ്പേഴ്സിൽ നിന്നാണ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് ചെയ്ത് ആഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പാരൻ്റ്ലി ഇറ്റ് ലുക്ക് ലൈക്സ് ദി ലാർജസ്റ്റ് ലാൻഡ്മാർക്ക് നമ്പർ ഈസ് സി. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിലെ ലാർജസ്റ്റ് ലാൻഡ്മാർക്ക് നമ്പർ എന്താണ്? സി ആണ് അല്ലേ? സി എത്രയാണ്? സി ഈസ് 100 അല്ലേ? സി 100 ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് ലാൻഡ്മാർക്ക് നമ്പർ എന്ന് പറയുന്നത് സി ആണ്. ബട്ട് നോട്ട് ദാറ്റ് 5 സീസ് മേക്ക് ഡി അല്ലേ? അതായത് 5 സി എന്ന് പറയുമ്പോൾ എന്ത് വരും? 5 സി കൂടുമ്പം 5 100കൾ കൂടുമ്പോൾ 500 വരും. അപ്പോൾ 500 എന്ന് പറയുന്നത് എന്താ? ഡി ആണ് അല്ലേ? 500 എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ 5 സികൾ ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു ഡി ഉണ്ടാവും. സോ ദ സം ഈസ് ഡി. അപ്പോൾ നോക്കിയാൽ ഈ 2 നമ്പേഴ്സിലെ ഈ 5 സികൾ ചേരുമ്പോൾ എന്തായി? ഒരു ഡി ആയി. പിന്നെ നോക്കിയേ, പിന്നെ ഇവിടെ നമുക്ക് ഒരു സി എക്സ്ട്രാ ഉണ്ട്, അത് നമ്മൾ ഡി സി എന്ന് എഴുതി. ഇനി നോക്കിയേ, എക്സ് എത്ര എണ്ണം ഉണ്ട്? 4 എക്സുകളുണ്ട്. ഓക്കെ. 4 എക്സുകൾ ചേരുമ്പോൾ എന്തായി? 40 ആയി അല്ലേ? എക്സ് ഈസ് 10. അപ്പോൾ 4 10കൾ ചേരുമ്പോൾ 40 ആയി. 40യെ നമ്മളെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 10 ലെസ് ദാൻ 50. അപ്പോൾ എന്ത് വരും? എക്സ് എൽ. അപ്പോൾ 4 എക്സുകൾ ചേർന്നപ്പോൾ എക്സ് എൽ ആയി. പിന്നെ ബാക്കിയുള്ളത് 5 ഐകളാണ്. 5 ഐ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. അപ്പോൾ വി വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി സി
XLV, DC XLV എന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്കിയാൽ ഒരെണ്ണം നമുക്ക് തന്നെ ചെയ്ത് നോക്കാനായിട്ട് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ വരും L X X X V I I. അടുത്തത് L X X V I I I. അപ്പോൾ ഇവിടെ നോക്കിയേ, L 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ എന്തായി? L എന്ന് പറയുന്നത് എന്താ? 50 ആണ്. L ഈസ് 50. 50 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 L's ചേർന്ന് കഴിഞ്ഞാൽ എന്താവും? 50 2 എണ്ണം ആയിക്കഴിഞ്ഞാൽ 100 ആവും. അപ്പോൾ 100 എന്താ? C ആണ്. അപ്പോൾ 2 L's ചേർന്ന് കഴിഞ്ഞാൽ ഇത് C ആയിട്ട് മാറും. അപ്പോൾ ഇത് C ആയി. ഓക്കെ, C ആയി. ഇനി ബാക്കിയുള്ളത് XXX VII XX VII ഇങ്ങനെയാണുള്ളത് അല്ലേ? ഇനി നോക്കിയേ, ഇവിടെ X 5 എണ്ണം ഉണ്ട്. ഓക്കെ, X എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 5 Xകൾ ചേർന്നാൽ എന്താണ്? 50 ആണ്. ഓക്കെ, 50 എന്ന് പറയുന്നത് എന്താണ്? L ആണ്. അപ്പോൾ ഇത് L ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി അടുത്തത് V 2 എണ്ണം ഉണ്ട്. 2 V's ചേർന്ന എന്താ? 5 + 5 10 ആണ്. ദാറ്റ് ഈസ് X. അപ്പോൾ ഇത് X ആയി. ഇനി അടുത്തത് I 5 എണ്ണമുണ്ട്. 5 I's ചേർന്ന് കഴിഞ്ഞാൽ എന്താവും? 5 തന്നെയാണ്. ദാറ്റ് ഈസ് V. ഇത് V. അപ്പോൾ നമ്മുടെ നമ്പർ എന്താ? CLXV ഉണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് കേട്ടോ. അടുത്തത്, ഹൗ വിൽ യു മൾട്ടിപ്ലൈ 2 numbers given in Roman numerals without converting them to Hindu numerals? Try to find the product of the following pair of landmark numbers. അപ്പോൾ ഇതിനെ ഹിന്ദു ന്യൂമറൽസിലേക്ക് കൺവേർട്ട് ചെയ്യാതെ റോമൻ ന്യൂമറൽസിലുള്ള 2 നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളതെല്ലാം ലാൻഡ്മാർക്ക് നമ്പേഴ്സാണ്. അതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ? V × L. V × L എന്ന് വെച്ചാൽ എന്താ? V എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 × L ഈസ് 50. ഇതാണല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? 50 5 ടൈംസ്. എങ്ങനെ എഴുതാം? 50 + 50 + 50 + 50 + 50 ഇങ്ങനെ നമുക്ക് എഴുതാം. ഇത് 50 + 50 100. 50 + 50 100. 50 + 50 100 ആയപ്പോൾ എന്തായി? 100 ഈസ് C. ഇതും C ആയി. 50 ഈസ് L. അപ്പോൾ എന്ത് വന്നു? CCL എന്ന് കിട്ടി. അപ്പോൾ V × L ഈസ് CCL. അടുത്തത് L × D. L എന്ന് വെച്ചാൽ എന്താ? 50. D എന്താ? 500. അതായത് 500 50 ടൈംസ് എഴുതണം അല്ലേ? 500 + 500 + ഇങ്ങനെ 50 ടൈംസ് എന്ത് എഴുതണം? 500 എഴുതണം. അപ്പോൾ 50 ടൈംസ് 500 എന്ന് വെച്ചാൽ എന്താ വരുന്നത്? 5 5s are 25,000 എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് 25,000 എന്ന് കിട്ടി. മുകളിൽ എന്തായിരുന്നു? മുകളിലത് 250 ആയിരുന്നു അല്ലേ? 250 ആയിരുന്നു. ഇനി മൂന്നാമത്തത് V × D. V × D എന്ന് വെച്ചാൽ 5 × 100. സോറി 500. 5 × 500. അതായത് 500 എന്ത് ചെയ്യണം? 5 ടൈംസ് ആഡ് ചെയ്യണം. ഓക്കെ, 500 + 500 + 500 + 500 + 500. ഇവിടെ ഇത് രണ്ടും കൂടെ എന്താവും? 1000 ആവും. ദാറ്റ് ഈസ് M. ഇത് രണ്ടും കൂടെ M ആവും. അപ്പോൾ എന്ത് കിട്ടി? MMD എന്ന് കിട്ടി. അതായത് 2500. ഇനി അടുത്തത് VII × IX. VII is 7 × IX is 9. 7 × 9 63 ആണ്. 63 നമുക്ക് 50 + 10 + 3 എന്ന് എഴുതാം. 50 is L, 10 is X, 3 is
ഐ. അപ്പോൾ എന്ത് വന്നു? LXII എന്ന് വന്നു. 63 ആണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുക. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി. ഇനി ബാക്കിയുള്ള പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.